ഷഹബാസിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ പ്രതികളെ ജുവനൈൽ ഹോമിൽ പരീക്ഷ എഴുതി പ്രൊട്ടക്റ്റ് ചെയ്തത് തെറ്റായ നടപടിയാണ്. ആന്തരിക അവയവം, ആ കുട്ടിയുടെ വൃഷണം വരെ മർദ്ദിച്ച് ചതച്ച് പുറത്തുചാടിയ അവസ്ഥയിലായിരുന്നെന്ന് ഷഹബാസിൻ്റെ ബോഡി കുളിപ്പിച്ച വ്യക്തികൾ വീഡിയോയിൽ അറിയിച്ചിരുന്നു. ഈ തല്ലിപ്പൊളികളെ കടുത്ത ശിക്ഷയാണ് ലഭിക്കേണ്ടത്. പരീക്ഷയ്ക്ക് കോപ്പിയടിച്ചാൽ പോലും പരീക്ഷ എഴുതാൻ അനുവദിക്കാത്ത സർക്കാർ അറസ്റ്റ് ചെയ്ത റിമാൻഡ് വകുപ്പ് അനുസരിച്ച് ഈ പ്രതികൾക്ക് കൊടുക്കാനുള്ളത് അവരെ പരീക്ഷ എഴുതിക്കരുതായിരുന്നു. അനീതിയാണത്. പരമോന്നത നീതിപീഠം അതിന് ശിക്ഷിക്കണം. ലഹരിക്കെതിരെ പോലീസിൽ അറിയിച്ചതിന് വീട് കയറി അടിച്ച് തകർത്ത് ആ വീട്ടുകാരെയും കൂടി ഉപദ്രവിച്ച് അവശ നിലയിലാക്കിയ പ്രതികളെ തക്കതായ ശിക്ഷ കൊടുത്ത് അറസ്റ്റ് ചെയ്ത് അവരെ റിമാൻഡിൽ വയ്ക്കണം. ഇതിന് കർശനമായ നടപടി നേരിടണം. എന്നാലേ നമ്മുടെ സമൂഹം ഇനി നേരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. നമ്മളെ തലമുറകളെ നേരെ ഇത് നമ്മൾ തുടക്കത്തിലെ സമൂഹ മാധ്യമങ്ങളും നമ്മളെ നാട്ടുകാരും എല്ലാം ഒറ്റക്കെട്ടായി തന്നെ നിന്ന് പ്രവർത്തിക്കണം. ഈ അതിക്രമത്തെ നമ്മൾ ഭയന്ന് പേടിച്ച് വീട്ടിനകത്തങ്ങ് ഒതുങ്ങിയിരിക്കാൻ പറ്റിയതല്ല. തക്കതായിട്ട് അതുപോലെ തന്നെ സൊമാറ്റോയും സ്വിഗ്ഗിയും യൂബറിലെയും പല ബാഗുകളിലും ഈ മയക്കുമരുന്നുകൾ കൊണ്ടുപോകുന്നുണ്ട്. അത് ഫുഡ് സേഫ്റ്റി ആണെന്ന് വിചാരിക്കും കാണുന്നവർ. പക്ഷെ അതും നമ്മളെ എക്സൈസുകാർ പരിശോധിച്ച് സമൂഹത്തിലെ നാട്ടുകാരും പരിശോധിച്ച് തന്നെ വിടണം. അതിൽ ആയുധങ്ങൾ വരെ കണ്ടെടുത്തിട്ടുണ്ട് നാട്ടുകാർ. അതെല്ലാം ഒന്ന് പരിശോധിച്ച് അതിന് നിയമ നടപടി നേരിടണം.